1931 ഏപ്രിൽ 23 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറെ വേദനയും അതിനൊപ്പം അഭിമാനവും നിറഞ്ഞ ദിനം. ഈ ദിവസത്തിലാണ് ഭഗത് സിംഗ് കൂടെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത്. പക്ഷേ ഈ കഥ ഒരു വധശിക്ഷയുടെ കഥ മാത്രമല്ല, ഇതൊരു യുവാവിൻ്റെ ചിന്തയുടെ കഥയാണ്, ഒരു വിപ്ലവത്തിൻ്റെ കഥയാണ്. 1907 പഞ്ചാബിൽ ജനിച്ച ഭഗത് സിംഗ് ചെറുപ്പം മുതൽ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അനീതികൾ കണ്ടു വളർന്നവനായിരുന്നു. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അദ്ദേഹത്തെ ഏറെ രോഷാകുലനാക്കി. പിന്നീട് അദ്ദേഹം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയിൽ ചേർന്നു. അവരുടെ ലക്ഷ്യം ബ്രിട്ടീഷ് ഭരണത്തെ അവസാനിപ്പിക്കുക എന്നതായിരുന്നു. 1928 ലാഹോറിൽ ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ സാൻഡേഴ്സിനെ വധിച്ച സംഭവത്തിൽ ഭഗത് സിംഗ് കുറ്റക്കാരനായി. അതൊരു പ്രതികാരമായിരുന്നു, ലാലാ ലജ്പത് റായിയുടെ മരണത്തിനുള്ള പ്രതികാരം. അതിനുശേഷം 1929 ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് ഭഗത് സിംഗും കൂട്ടാളികളും തന്നെയാണ്. പക്ഷേ അതൊരു കൊലപാതക ശ്രമമല്ലായിരുന്നു. അവരുടെ ലക്ഷ്യം ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം നൽകുക എന്നതായിരുന്നു. ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ളതായിരുന്നു അവരുടെ മുദ്രാവാക്യം. 1931 മാർച്ച് 23 രാത്രി ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും തൂക്കിലേറ്റി. അവസാന നിമിഷങ്ങളിൽ പോലും ഭഗത് സിംഗ് ഭയപ്പെട്ടില്ല. അദ്ദേഹം പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് വധശിക്ഷയ്ക്ക് പോകുന്നത്. അദ്ദേഹം പറഞ്ഞത്, "They may kill me, but they cannot kill my ideas." അദ്ദേഹത്തിൻ്റെ ശരീരം നശിച്ചു, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇന്ന് ഭഗത് സിംഗ് ഒരു വ്യക്തി മാത്രമല്ല, ഒരു ചിന്തയാണ്, ഒരു ധൈര്യത്തിൻ്റെ പ്രതീകമാണ്. 23 വയസ്സിൽ തന്നെ തൻ്റെ ജീവൻ രാജ്യത്തിനായി നൽകിയ ഒരാളാണ് അദ്ദേഹം. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ത്യാഗങ്ങളുടെ ഫലമാണ്. അതുകൊണ്ട് ഏപ്രിൽ 23 നമ്മൾ ഓർക്കേണ്ടത് ഒരു വധശിക്ഷയെ മാത്രം അല്ല, ഒരു വിപ്ലവത്തിൻ്റെ ശബ്ദത്തെയാണ്. ഭഗത് സിംഗ് മരിച്ചിട്ടില്ല. അദ്ദേഹം ഇന്നും ഓരോ നീതിക്കായുള്ള പോരാട്ടങ്ങളിലും ജീവിക്കുന്നു.